ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സോക്രൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധമായ ചില ന്യൂസുകളാണ്, റൂമേഴ്സുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കോച്ചായി ഡേവിഡ് കാറ്റാലെ എന്ന സ്പാനിഷ് കോച്ചിനെ നിയമിച്ചിരുന്നു. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ശരിയാണെങ്കിൽ കോച്ച് ഡേവിഡ് കാറ്റാല വിസ പ്രോസസ്സ് ശരിയായാൽ ഉടൻ തന്നെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുമെന്നും അതിനുശേഷം സൂപ്പർ കപ്പ് സ്ക്വാഡുമായി ചേർന്ന് തങ്ങളുടെ സൂപ്പർ കപ്പ് ടൂർണമെൻറ്റിനുള്ള പരിശീലനങ്ങൾ ആരംഭിക്കുമെന്നും അറിയാൻ കഴിയുന്നു. അതിനുശേഷം സൂപ്പർ കപ്പ് മത്സരങ്ങൾക്കായി ഭുവനേശ്വറിലേക്ക് പോകുമെന്നും അറിയുന്നു. ഡേവിഡ് കാറ്റാലയുടെ കൂടെ പുതിയൊരു കോച്ച്, അതായത് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായി പുതിയൊരു കോച്ച് കൂടി വരുന്നുണ്ട്. റാഫ മോണ്ടിനെഗ്രോ എന്ന കോച്ചും അദ്ദേഹത്തിൻ്റെ കൂടെ കൊച്ചിയിൽ ഈ സൂപ്പർ കപ്പ് സ്ക്വാഡിൻ്റെ കൂടെ ഉണ്ടാവുമെന്നും കൊച്ചിയിൽ ലാൻഡ് ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നു. അതുപോലെ പുതിയൊരു ഫോറിൻ അസിസ്റ്റൻറ്റ് കോച്ചിനെ വരും ദിവസങ്ങളിൽ തന്നെ അനൗൺസ് ചെയ്യുമെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കോച്ചിങ് സ്ഥാനത്തേക്ക് പല വമ്പന്മാരെയും നോട്ടമിട്ടിരുന്നു എന്ന് വരെ റൂമറുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന റൂമറുകൾ അനുസരിച്ച് സാക്ഷാൽ ലൊബേറ ഈ സീസണും കഴിഞ്ഞ സീസണിൻ്റെ ആദ്യമെല്ലാം കുറേ വർഷങ്ങളായി തന്നെ റൂമറുകളുള്ളതാണ് ലൊബേറ കോച്ചായി വരുമെന്നും ലൊബേറയ്ക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ശ്രമം നടത്തിയിരുന്നുവെന്നും 2 കോടിയാണ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിരുന്നതുമെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്